ഞാൻ കുളിച്ച് വന്നപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്, ഒരു കാര്യം പറയാണ്ട് മറന്നുപോയി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്താലേ നമ്മളെ വീഡിയോ കുറച്ചും കൂടെ സ്പ്രെഡ് ആവുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ അത് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾ ബാക്കി പോയി വീഡിയോ കണ്ടു. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്, നിങ്ങൾ ഹെഡ്ഫോണിലെന്ന് വെച്ചാൽ ഹെഡ്ഫോൺ വെച്ചിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോകളുടെ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി വൻ ശോകമാണ്. കാരണം കുറേ സ്ഥലത്ത് നമുക്ക് മൈക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും മൈക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. സോ നിങ്ങൾ ഇയർഫോണിൽ വെച്ചാൽ ഇയർഫോൺ വെച്ചിട്ട് കാണാം. അല്ലാത്തൊരു സൗണ്ട് മാക്സിമം ഫുള്ളിൽ ഇട്ടിട്ട് കാണാം. നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ സൗണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇയർഫോണിൽ വെച്ചാൽ ഇയർഫോൺ വെച്ച് കാണാം. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ Adnan here and വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അത് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഒരു ടാങ്ക് കഴുകാനായിട്ട് പോവുകയാണ്. അപ്പോൾ പല പ്രാവശ്യം അത് കഴുകിയിട്ടുണ്ടെങ്കിൽ കൂടി ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തോന്നിയത് ഇപ്പോഴാണ്. അല്ല, ചെറിയൊരു പണിയുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് തോന്നിയത് ഇപ്പോഴാണ്. അപ്പോൾ നമ്മൾ ഇന്നതൊരു വീഡിയോ എഡിറ്റ് ചെയ്യണം. ഈ ഒരു വീഡിയോയിലും ക്യാമറ ക്വാളിറ്റി കുറവായിരിക്കും. ഞാൻ പറഞ്ഞ ഒരു മാസത്തിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൂടി ഈ ഒരു വീഡിയോ എനിക്ക് എന്താണെന്ന് ചെയ്യാമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യണത്. ഇതിനകത്ത് ഏകദേശം ഒരുപാട് മീനുകളുണ്ട്. അപ്പോൾ ആ മീനുകളൊക്കെ എന്തോരുണ്ടെന്നും ആ മീനുകളുടെയൊക്കെ റേഞ്ച് എന്താണെന്നും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇനി കൂടുതലൊന്നും സംസാരിച്ചാൽ ആഗ്രഹിക്കണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിത് ഏകദേശം അറ്റകുറ്റപ്പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 5-6 ഇഞ്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ 2 പൈപ്പ് വഴിയാണ് വെള്ളം കളയണത്. അപ്പോൾ ഒരു സ്റ്റോപ്പർ ഉണ്ട്. ആ സ്റ്റോപ്പർ വെച്ച് നമുക്ക് വെള്ളം കളയേണ്ടതായിട്ടുണ്ട്. ആ സ്റ്റോപ്പർ വെച്ചിട്ട് ഇപ്പോൾ വെള്ളം കളയില്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കളയും. ഇപ്പോൾ കളയില്ലാന്ന് ഉദ്ദേശിച്ചില്ലേ, ഇപ്പോൾ കളയാൻ പോവുകയാണ്. കാരണം വെള്ളം വെച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ 5-6 ഇഞ്ച് വറ്റാനായിട്ട് തന്നെ ഒരുപാട് നേരം എടുത്തിട്ടുണ്ട്. എനിവേ നമുക്ക് ഇനി സ്റ്റോപ്പർ വഴി വെള്ളം കളയാം. അപ്പോൾ ആ വല വെച്ചിട്ട് വേണം, അതായത് ആ റെഡ് കളർ വല ഉണ്ടോ, ആ വല വെച്ചിട്ട് കഴിക്കണം. നമ്മളെന്ത് ചെയ്യണം, ഈ സ്റ്റോപ്പറിൻ്റെ ആ പുറം ഭാഗം ഞാൻ പൊത്തിപ്പിടിക്കും, അനിയനത് കഴുകും. അപ്പോൾ കഴുകല്ല, കാല് വെക്കും ഉള്ളിൽ. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഫുള്ള് വെള്ളം വറ്റിച്ച് ഈ ഒരു ബക്കറ്റിലേക്ക്, അതായത് നിങ്ങൾക്ക് ഈ കാണുന്ന ബക്കറ്റിലേക്ക് എന്ത് ചെയ്യും, മീനെ ഒക്കെ മാറ്റും. അവിടെ മീനുണ്ട്, പക്ഷെ സൂം ചെയ്താൽ കാണാൻ പറ്റുമോ എന്നുള്ളത് ഡൗട്ട്. നിങ്ങൾ ഈ കാണുന്നതൊക്കെ മീനാണ്. ജസ്റ്റ് നോക്കട്ടെ കേട്ടോ, അതിനെ കാണാൻ പറ്റുമോ ഇല്ല. മീനൊക്കെ ഉണ്ട് അതിനകത്ത്. എന്തായാലും എനിവേ നമുക്ക് ബക്കറ്റിൽ ഇടുമ്പോൾ എന്തായാലും കാണുമല്ലോ. അപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മീനൊക്കെ കേട്ടോ. ഇപ്പോൾ ടൈം ലാപ്സിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഞാനിവിടെ മീനെ പിടിക്കാനായിട്ട് പോവുകയാണ്. അതായത് അവിടെ ബക്കറ്റ് വെച്ച് കഴിയുമ്പോൾ സ്റ്റോപ്പറിൻ്റെ ആ പൈപ്പിൻ്റെ ഉള്ളിലുള്ള മീനുകളൊക്കെ ബക്കറ്റിലേക്ക് വീഴും. അങ്ങനെ ബക്കറ്റിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ബാക്കിയുള്ള പണിയാണ് ഞാൻ ടൈം ലാപ്സാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ളത് നിങ്ങൾ കണ്ട, ഞാൻ അവരെ 2-3 പ്രാവശ്യമായിട്ട് മടക്കിയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. എന്താവോ എന്തോ, ഇനി ആ വെള്ളം നമ്മൾ നല്ല രീതിക്ക് വറ്റിക്കാനുണ്ട്, അതായത് നല്ലവണ്ണം വറ്റിക്കാനുണ്ട്. എന്തായാലും നിങ്ങൾ വീഡിയോ വായിക്കൂടെ കണ്ടു. ഞാൻ ടൈം ലാപ്സിൻ്റെ ഇടയിൽ പറഞ്ഞ് ബോറടിപ്പിക്കാനുള്ളത്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ അനിയൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ പറഞ്ഞ് ബോറടിപ്പിക്കാനല്ല, നിങ്ങൾ വീഡിയോ എന്തായാലും കാണും. ഈ വെള്ളം വറ്റിക്കണത് ഞാൻ കാണിക്കാനല്ല, വെള്ളം വറ്റിക്കണത് ഇവിടെ വെച്ച് കട്ട് ചെയ്യാൻ കേട്ടോ. കുറേ നേരമായിട്ട് നമ്മൾ വെള്ളം വറ്റിക്കാൻ തുടങ്ങിയിട്ട് വെള്ളം അവിടെയൊക്കെ നിറഞ്ഞ് പോയിട്ടുണ്ട്. കുറച്ചങ്ങോട്ടും കയറിയിട്ടുണ്ട്. അതിനുള്ളത് കുറച്ച് കഴിയുമ്പോൾ കേൾക്കും. അതെ, അവിടെ കയറിയിട്ടുണ്ട് വെള്ളം. പിന്നെ വെള്ളം നിറഞ്ഞ് അവിടെയൊക്കെ പോയിട്ടുണ്ട്. നല്ല രീതിക്ക് ഈ വെള്ളം അവിടെയൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇവിടെ ടാങ്കിൻ്റെ അവസ്ഥ നോക്കുകയാണെന്ന് വെച്ചാൽ വെള്ളം നല്ലോണം വറ്റിയിട്ടുണ്ട്. ഏകദേശം ഇത്ര ഉണ്ടായിരുന്ന വെള്ളമാണ് നമ്മൾ വറ്റിച്ച് ഇത്രയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ അത് നമുക്ക് മീനെ പിടിച്ചിട്ട് ബക്കറ്റുകളിലേക്ക് മാറ്റണം. അവിടെ ഒരു ബക്കറ്റ് ഉണ്ട്, പിന്നെ ഒരു ബക്കറ്റ് ചെയ്ത് അവിടെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനിവേ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം മാറ്റൽ മീനെ പിടിക്കൽ കർമ്മത്തേക്ക് കിടക്കാം. മീനൊക്കെ കുറേ പിടിച്ച് കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് ഇതുകൊണ്ടൊന്നും നടപടിയാവണ കേസല്ല, കുറച്ചും കൂടെ വെള്ളം കളയണം. അങ്ങനെ വെള്ളം കോരി കളയാൻ തുടങ്ങിയപ്പോൾ അനിയൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് അവിടെ ഇങ്ങനെ മീനുണ്ടോ എന്ന് പല പ്രാവശ്യം നോക്കി. കാരണം ഒരു പ്രാവശ്യം ഞാൻ കൊട്ടിക്കളഞ്ഞപ്പോൾ, ആദ്യത്തെ പ്രാവശ്യം കൊട്ടിക്കളഞ്ഞപ്പോൾ മീൻ നോക്കി. ഇപ്പോൾ ഇനി വെള്ളം ഉണ്ടോയെന്ന് ഞാൻ ജസ്റ്റ് ഇത്രയും മതി ക്ഷീണിച്ചപ്പോൾ വെള്ളം മാറ്റി വെച്ചതാണ്. ഇനി വെള്ളം വരിക്കണത് കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഇനി വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെന്താ ബക്കറ്റിൽ, ആ വലിയ ബക്കറ്റിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ആദ്യം തന്നെ മീനെ പിടിച്ച് ഇങ്ങനെ തോർത്തുകൊണ്ട് കോരിയാണ് പിടിച്ചത്. അപ്പോൾ ആദ്യം കോരിയപ്പോൾ നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടിത്തുടങ്ങിയാലും വന്നാലും വെള്ളം എത്രയൊക്കെ വെറ്റിച്ചത് പോരായിരുന്നു. അപ്പോൾ മീനെ പല പ്രാവശ്യം ഇങ്ങനെ കോരി നമുക്ക് കുറച്ച് മീനെ കിട്ടി വലുതിനെയും ചെറുതിനെയും ഒക്കെ മാറ്റി തരംതിരിച്ചിടാനായിട്ട് തുടങ്ങി. ആ വലിയ ബക്കറ്റിൽ വലുതിനെയും ചെറിയ ബക്കറ്റിൽ ചെറുതിനായിട്ട് ഇടാനായിട്ട് തുടങ്ങി. അപ്പോൾ ചെറുതെന്ന് പറഞ്ഞാൽ വളരെയധികം ചെറുതിട്ടാ മീനൊക്കെ ഇടാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരുപാട് നേരം കോരി കഴിഞ്ഞപ്പോൾ അതും അടുത്ത് പിന്നെയും കുറച്ച് ഞങ്ങൾ വെള്ളം കളയാനായിട്ട് തുടങ്ങി. ഈ ടാങ്കിൻ്റെ അടുത്ത് എനിക്ക് ചെന്നപ്പോൾ എനിക്ക് കുറച്ച് ഭംഗിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പയ്യെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയതാണ്. വേറെ സംഭവമൊന്നുമല്ല.
അവിടെ വെള്ളം കളയണതായാലും എല്ലാ കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. ഇവനും എൻ്റെ അനിയനും കൂടിയാണ് സാധാരണ എല്ലാ പ്രാവശ്യവും ടാങ്ക് കയറി. ഞാൻ ഇന്ന് വീഡിയോ ഉള്ള കാരണം കൊണ്ട് മാത്രം ഇതിനകത്ത് ഇടപെട്ടാണ് കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ കണ്ടില്ലേ. നമ്മളെ വെള്ളം വറ്റിക്കൽ കർമ്മകേശം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഈ വെള്ളം ഫുള്ള് കളഞ്ഞതിന് ശേഷം ഒന്ന് അടിച്ചിട്ട് ഈ മണ്ണും ഇവിടെയുള്ള മണ്ണും കാര്യങ്ങളൊക്കെ സൂം ചെയ്ത് കാണിച്ചത് ഈ മണ്ണും കാര്യങ്ങളൊക്കെ കളയാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഈ മണ്ണൊക്കെ കളഞ്ഞിട്ട് വേണം. പിന്നെ ഇതൊന്ന് പിടിച്ച് വെച്ച മീൻ ഞാൻ കാണിച്ചു തരാം. വലുതിനെ കാണാണ്ട് വരില്ല, ചെറുതിനെ കാണിച്ചു തരാം. അതായത് ഇതാണ് ഒരു ചെറിയ ബക്കറ്റ് മീനുള്ളത്. ജസ്റ്റ് കൈ വെച്ച് ഒരുപാട് മീനുകൾ ഇതിനകത്തുണ്ട്. പിന്നെ കുറച്ച് മീനുകൾ ഇതിനകത്തുണ്ട്. വലുതൊക്കെ ഇതിനകത്താണ്. ഇതിനകത്തെ മീൻ നമ്മളിപ്പോൾ മാറ്റി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇതിനകത്തെ മീനുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ഈ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹോളൊക്കെ ഉള്ള ബക്കറ്റാണ്. ഗ്രൗട്ട് വെച്ചിട്ട് കട്ടുള്ള ബക്കറ്റാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള മീനുകളൊക്കെ ബക്കറ്റ് കാണിച്ചാൽ ഇതിനകത്തുള്ള മീനുകളൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തേക്ക് മാറ്റാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് മീനെ ശരിക്കും കാണാനായിട്ട് പറ്റും. കുറച്ചുകൂടി ഓട്ടറാ ഇതിനകത്ത് കിട്ടും, ഇതിനകത്ത് കിട്ടും. അപ്പോൾ വലിയ മീൻ പറഞ്ഞ മീനുകളൊക്കെ ഇത് അതിനകത്തുണ്ട്. ഇതിനകത്ത് കൊട്ടാനും പോകണം. കാണുന്നുണ്ടോ? വലിയ മീൻ എന്ന് പറഞ്ഞ മീനൊക്കെ ഇതാണ്. പിന്നെ അതിനകത്തുണ്ട് കുറച്ച് കാണിച്ചെടുത്ത്. അല്ല ഈ വലിയ മീൻ എന്ന് പറഞ്ഞ മീനൊക്കെ ഇതെന്താ. പിന്നെ അത് അവിടെ പിടിക്കലുണ്ട്. ആ ബക്കറ്റ് കാണിച്ചെടുത്ത്. അവർക്കെല്ലാം 2-3 ഉള്ളൂ. വലിയ കാര്യമാക്കണ്ട. ഇതിനകത്താണ് നമ്മളെ നിലവിലുള്ള എല്ലാ വലിയ മീനും ഉള്ളത്. ഈ ബക്കറ്റിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബക്കറ്റിലാണ് എല്ലാ മീനുകളും ഉള്ളത്. അപ്പോൾ നമ്മളെ നിലവിലുള്ള പണികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ അടുത്ത പണി എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പർ ഇടണം. പിന്നെ ഇതിനകത്ത് കുറേ മീനുകളുണ്ട്. ആ മീനുകളൊക്കെ പിടിക്കണം. പിന്നെ വെള്ളം നിറച്ച് ആ ചെറിയ മീൻ അവിടെ നിന്ന് നേരത്തെ കണ്ട ചെറിയ മീനുകളൊക്കെ പിടിച്ച് തിരിച്ചതിനകത്ത് കയറണം. അത് നമ്മൾ ഇനി ഉള്ള പരിപാടി കുറച്ച് പണിയുള്ളത് പെട്ടെന്ന് കഴിഞ്ഞോളും. നമുക്ക് എന്തായാലും സ്റ്റോപ്പർ അടിച്ചിട്ട് അത് തന്നെ അതിനകത്ത് വെള്ളം നിറക്കാം. നമുക്ക് ഈ മീനുകളൊക്കെ അതിനൊപ്പം തന്നെ പിടിച്ചിടാം. അപ്പോൾ നമ്മളെ വൃത്തിയാക്കൽ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കണം. ഇതൊന്നും അധികം പോകൂല കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊന്നും മര്യാദ പോകൂല. അപ്പോൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കണം. അപ്പോൾ ചെറിയ ഓസ് വെച്ചിട്ട് നമ്മൾ ചെറിയ പൈപ്പ് ഓസ് അവിടെ വെച്ചിട്ടുണ്ട്. ഓസ് വെച്ചിട്ട് നമ്മൾ ഈ മണ്ണ് അതായത് ഈ ഫൈനൽ സ്റ്റേജിലേക്ക് ഈ മണ്ണുകൾ കാര്യങ്ങളൊക്കെ കളയാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ ഫൈനൽ സ്റ്റേജിലേക്കാണ്. വലിയ മീനുകളൊക്കെ വിട്ടിട്ടുണ്ട്. വലിയ മീനുകളൊക്കെ നമുക്ക് വറക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ചെറിയ മീനുകളൊക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്തേക്ക് മാറ്റാം, ടാങ്കിക്ക് മാറ്റാം. ടാങ്കിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കണം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ക്രൂരനായി പോകും. കാരണം സ്ഥിരമായിട്ട് ഞാൻ ഈ ടാങ്ക് കഴുകുന്ന പരിപാടിക്ക് ഒന്നും നിൽക്കാറില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ അനിയനും നമ്മളെ നേരത്തെ വെള്ളം അടിക്കണ സിനാനും കൂടെയാണ് എല്ലാ പ്രാവശ്യവും ടാങ്ക് കഴുകാറ്. ഞാൻ വല്ലപ്പോഴൊക്കെ കൂടുതലുണ്ടാവുള്ളൂ. അതായത് കൊണ്ട് ഞാനല്ല ഒരിക്കലും എല്ലാ പ്രാവശ്യവും ടാങ്ക് കഴുകണം തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇതിനകത്ത് വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ട് മീൻ മാത്രമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനകത്തുകൊണ്ട് കൊട്ടും. ഒരു ചത്തുണ്ട് ഇതിനകത്ത് മീൻ? ഇല്ല, തോന്നിയതാണ്, എനിക്ക് തോന്നിയതാണ്. ഇതിനകത്ത് ചെറുത് മാത്രമല്ല കേട്ടോ, അത്യാവശ്യം കുറച്ച് വലുതൊക്കെ ഉണ്ട്. അതൊരു മീഡിയം എടുപ്പറ്റില്ല. നമ്മളായിട്ടത് ജസ്റ്റ് ഫസ്റ്റ് ബാച്ച് മാത്രമാണ്. ബാക്കി മീനുകളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്കതും കൂടെ ഒന്ന് എടുക്കാം. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ബാച്ച് മീനുകൾ റിലീസ് ചെയ്യാൻ പോകുന്നു.
അപ്പോൾ നമ്മുടെ ടാങ്കിൽ ഏകദേശം മീനൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീനെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ മോട്ടറിൻ്റെ ശബ്ദമുണ്ട് ഇവിടെ, മോട്ടറിൻ്റെ ശബ്ദമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. ഇനി നമുക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ആ മീനൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ഗോൾഡ് ഫിഷിൻ്റെയും കാർപ്പിൻ്റെയും ടാങ്ക്. ഇതാണ് നമ്മുടെ പിലോപ്പിയുടെ ടാങ്ക്. പിലോപ്പിയ സിലാപ്പിയ എന്നൊക്കെ പല രീതിയിൽ അറിയപ്പെടുന്ന മീനുകളുടെ ടാങ്ക്. ഈ ബാച്ചാണ് നമ്മളുടെ ഉള്ള മീൻ. നിങ്ങൾ മീനെ ഓവറായിട്ട് എടുത്തൊന്നും തോന്നേണ്ടത്, നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നാണ്. അതായത് ആ ബക്കറ്റിൽ രണ്ട് ചെറിയ ബക്കറ്റിലുണ്ടായ മീനുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മളെ വലിയ മീനുകളുടെ അവസ്ഥ നോക്കുകയെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടത്, ഇവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിക്കുള്ള വലുപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള മീനുകളാണ്. നല്ല വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്തിരിക്കണം ഇതിനകത്തുള്ള മീനുകളൊക്കെ പിടിക്കല്. ഞാൻ നോക്കണോ? ഉള്ളത് ചെറിയ മീനൊക്കെ നമ്മൾ തിരിച്ചതിനകത്തേക്ക് ലാഭം കേട്ടോ. പൊക്കോ ജയിച്ച് വലുതായിട്ടോ. എന്തായിട്ടോ അവസാനത്തെ ഒരു ഒറ്റ കൈ പ്രയോഗമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന മീൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ ഒരു ചെറിയൊരു കോഴിൻ്റെ അകത്ത് വീണിട്ടുള്ള മീനാണ് കേട്ടോ. എനിവേ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും താഴത്ത് കമൻറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ പ്രചോദനം, അതായത് മീൻ, ചൂണ്ട, ഈ പുറം ലോകം കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും താഴത്ത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. തീർച്ചയായിട്ടും താഴത്ത് കമൻറ്റ് ചെയ്യാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത മണി പോലത്തെ ബട്ടൺ ടിങ് അടിച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ടിങ് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ചാടിക്കറി കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മുടെ വീഡിയോസ് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഇറ്റ്സ് മീ Adnan. Bye all.